ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഞാനിങ്ങനെ ഗേറ്റിൻ്റെ അവിടം വരെ പോയിട്ട് ഒന്ന് തിരിച്ചു വരും. അപ്പോൾ ഈ പൂവ് കണ്ടപ്പോൾ ഒന്ന് കുറച്ച് നേരം നോക്കി നിന്നതാട്ടാ. ഒരു മാവ് അവിടെ ഉണങ്ങിയിട്ടുണ്ടെന്ന്. അതെന്തുകൊണ്ട് ഉണങ്ങിയെന്നറിയില്ല. അത് പൂവൊക്കെ ഉണ്ടായിട്ട് നിന്നിരുന്നത് അത് ഒന്നിച്ചങ്ങോട്ട് ഉണങ്ങിപ്പോയി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടന്ന് പിന്നെ തിരിച്ചു വന്നിട്ടാണ് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുള്ളൂ. നേരത്തെ തന്നെ സൂര്യൻ ഒക്കെ ഇങ്ങനെ വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി കുറച്ച് നേരം കഴിഞ്ഞ് ഇപ്പോൾ വഴിയിലെ രണ്ട് സൈഡിലും ബൊഗെയിൻവില്ല ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കാൻ ഒരു 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 പ്രത്യേക ഒരു സുഖമാണ് കാലത്ത് എനിട്ടിട്ട് പുറത്ത് നടക്കാൻ പറയാം. ആ കൂട്ടത്തിൽ ഞാനൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി ഇപ്പോൾ ഈ മിളകും തൈകളൊക്കെ ഇപ്പോൾ കുറച്ച് ഉഷാറായി. ഇപ്പോഴത്തെ ഇലകളൊക്കെ നല്ല ഫ്രഷായി നിൽക്കണുണ്ടോ. അതിൻ്റെ അടിഭാഗത്തുള്ളതൊക്കെ ഇങ്ങനെ കുരുടിച്ച് നിൽക്കുന്നത് കണ്ടില്ല. ഞാൻ കുറച്ച് നാൾ ഒരു 2 ആഴ്ചയോളം നാട്ടിൽ പോയി നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് ഇവന്മാരൊക്കെ ഈ രൂപത്തിലൊക്കെ ആയത്. അപ്പം ഞാൻ പലരുടെ അടുത്തും ചോദിച്ചു, പല വൈദ്യങ്ങളും പരീക്ഷിച്ചു. അപ്പോൾ യൂട്യൂബിൽ പലതും കണ്ട് അതൊക്കെ വാങ്ങിച്ച് അതൊക്കെ വെള്ളത്തിൽ കലക്കി ഒഴിക്കൽ അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നടത്തിയിട്ടും ഇതിന് വലിയ മെച്ചമൊന്നുമില്ല. ഏറ്റവും അവസാനം ഞാനിത് പിഴുത് കളയാൻ പോയി. അത് പറിച്ച് കളയുക, ഇനി വേണ്ട, ഇനി നോക്കി ശരിയാക്കാനൊന്നും പറ്റില്ല. ഇതിൻ്റെ നിപ്പ് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. ഇപ്പം ഞാനിത് ഉഷാറായിട്ട് നിൽക്കണണ്ട. ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളത് ധൈര്യത്തിൽ ചെയ്തോ. അത് എന്തായാലും എഫക്റ്റീവാണ്. പലരും ചോദിച്ച കൂട്ടത്തിൽ എന്നോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ മരുന്ന് ഇനിയിപ്പോൾ പോയിട്ട് വളം വിൽക്കുന്ന കടയിൽ നിന്ന് നമുക്ക് കീടനാശിനി കിട്ടും, അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ അടിച്ചോളാനൊക്കെ പലരും പറഞ്ഞു. പക്ഷേ ഞാൻ അതിനൊന്നും നിന്നില്ല. അതിലും ഭേദം എനിക്ക് കടയിൽ നിന്ന് പച്ചമുളക് മേടിച്ചിട്ട് ഉപയോഗിക്കുകയല്ലേ, പച്ചക്കറിയൊക്കെ മേടിച്ച് ഉപയോഗിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി ചെയ്തു. കഞ്ഞിവെള്ളം കാടിവെള്ളം ഞാൻ പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്ന പതിവ് എനിക്കുണ്ട്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ അത് ഒരു ചന്ദനത്തിരി, ഒരു പാക്കറ്റ് ചന്ദനത്തിരി എടുത്തെങ്കിലും കൂടിയിട്ട് നമുക്കത് മുഴുവനും വേണ്ട, നമുക്കൊരു 2 വേണ്ടു. അതിൽ നിന്ന് ഇപ്പോൾ 2 എടുത്തിട്ട് മാറ്റി വയ്ക്കാം, ബാക്കി അവിടെ ഇരിക്കട്ടെ. ചന്ദനത്തിരിക്ക് ഇപ്പോൾ ഇത്ര ഉള്ളൂ എന്നുണ്ട്. അപ്പം നമുക്കിത് ഉപയോഗിക്കാനും സുഖമാണ്. ഒരു പാക്കറ്റ് മേടിച്ചാൽ കുറേ നാളേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഒരു പാത്രത്തിൽ ഇപ്പം ഞാൻ കഞ്ഞിവെള്ളം കാടിവെള്ളം ഒഴിച്ച് വെച്ചതിന് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല, അത് അങ്ങനെ തന്നെ എടുത്തിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഇതിൻ്റെ മണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ചന്ദനത്തിരി അതായാലും നമുക്ക് ഉപയോഗിക്കാം. മേടിച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ മണം പിടിക്കാത്തവരുണ്ടാവും. അപ്പോൾ ഏത് തരത്തിലുള്ള ചന്ദനത്തിരി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഏത് ചന്ദനത്തിരി നമുക്ക് എടുത്തിട്ട് ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ ചന്ദനത്തിരി ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് കുതിർത്താനായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിയുമ്പോഴേക്കും അത് കുതിർന്നിട്ട് അതിങ്ങനെ അതിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. അതിൻ്റെ ഒരു ഇരട്ടി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് നേർപ്പിക്കാം. അപ്പോൾ അതെ ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ അത് അടിയിൽ ഇപ്പോൾ ഊറിയൊക്കെ ഇരിക്കുന്നുണ്ടാവും, അതങ്ങനെ തന്നെ ഇതിലേക്ക് കലർത്താം. നമ്മൾ സ്പ്രേയറാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സ്പ്രേയറിലേക്ക് ഒഴിക്കുമ്പോൾ എപ്പോഴും നല്ല അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം, ഒരു തരി കരടില്ല. അല്ലെങ്കിൽ ആ സ്പ്രേയർ നാശമായി പോവും, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ അരിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അരിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുക്കില്ല, തെളിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഒരു കപ്പിലെടുത്തിട്ട് ഒരു മിളകും തൈ, ഇത് ആദ്യം നല്ല ഇലയായിട്ട് വന്ന മിളകും തൈയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇലയൊക്കെ കണ്ടിട്ട് നമുക്ക് അത്രയും വലുപ്പത്തിലുള്ള ഇലയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കേട് വന്നതിന് ശേഷം അത് വല്ലാണ്ടായി. അപ്പം ഞാനിത് ഇപ്പം തെളിച്ചു കൊടുത്ത് അതൊന്നും ഉഷാറായി വരുന്ന കണ്ടോ നിങ്ങൾ, അതിൻ്റെ ഇലയ്ക്ക് വന്ന മാറ്റങ്ങൾ കണ്ട. അപ്പോൾ അടിയിലത്തെ ഇലയൊക്കെ ഇങ്ങനെ ഒരു കരിഞ്ഞ് ഒരു വികൃതമായിട്ടുള്ള, അതൊരു നീര് കുറ്റി കുടിക്കുന്ന ഒരു പ്രാണിന് ഇതിനെ അധികവും ഇങ്ങനെ ആക്കി എടുക്കുന്നത്. ആ പ്രാണിനെ നമ്മൾ കുറച്ച് നേരം വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാതെ പറന്നു പോകണം. ഇത് ഞാനൊരു ബക്കറ്റിൽ ഒഴിച്ച് വെക്കുന്നതാണ്, കാടിവെള്ളവും കഞ്ഞിവെള്ളം കൂടെ. അതിൽ കൊതുകിൻ്റെ കൂത്താടി വരും. നിങ്ങളൊക്കെ ഉപയോഗിക്കും ഇങ്ങനെ എടുത്ത് വെക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. അപ്പോൾ അതിലേക്കും നമുക്ക് ഈ ചന്ദനത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതിലും കൊതുകൊന്നും വന്ന് മുട്ടയിടില്ല കേട്ടോ.
അപ്പോൾ ഇതേപോലെ കണ്ടോ റോസൊക്കെ കേട് വന്ന് നിൽക്കുന്നത്. ഇപ്പം നാടൻ റോസാണ്. എനിക്ക് പാലക്കാട് വന്നപ്പോൾ ഏറ്റവും അധികം ഇഷ്ടമായത് ഈ റോസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാനിവിടെ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കാണുന്ന പൂച്ചെടികൾക്കൊക്കെ ഞാനൊന്ന് തെളിച്ചു കൊടുക്കും ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ എല്ലാ കീടങ്ങളും പിന്നെ ഇതുമ്മലൊന്നും വരില്ല. എല്ലാ വെജിറ്റബിൾസും ഉണ്ടല്ലോ, കുറേ വെജിറ്റബിൾസൊക്കെ ഞാൻ വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഞാനിത് തന്നെയാണ് തെളിക്കുക കേട്ടോ. അപ്പോൾ ഈ ബൊഗൈൻവില്ലയ്ക്ക് കാര്യപ്പെട്ട അസുഖങ്ങളൊന്നും വരില്ല. എന്നാലും അതിന് ചിലപ്പോൾ ഒരു ചെറിയ ഇതിന് വരും. ഇത് റോഡ് സൈഡിലൊക്കെ കാണുന്ന പൂക്കളാട്ടോ, ഞാനത് കൊണ്ടുവന്നിട്ട് ഇവിടെ വളർത്തുന്നത്. അപ്പോൾ ഇവിടെ ചെത്തിയുണ്ട്, ഈ ചെത്തിക്കും കേട് വരാറുണ്ട്. അതിന് ഞാൻ ഇത് തന്നെയാണ് തെളിച്ചു കൊടുക്കാറ്. നല്ല എഫക്റ്റാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ. അതൊക്കെ മാറിക്കിട്ടും. പിന്നെ വെള്ളീച്ച വരുന്നതും കുറേയൊക്കെ മാറിക്കിട്ടും. വെള്ളീച്ചയ്ക്ക് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് കഴുകി കളഞ്ഞ കുറേയൊക്കെ പോവും. നല്ല ഫോഴ്സിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത്. ഇത് പീസ് ലില്ലി, ഇത് വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല മണം കിട്ടും. അങ്ങനെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുമല്ലൊക്കെ വല്ല കീടങ്ങളൊക്കെ വന്നാൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ബൈ ബൈ.